ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യൽ ഗരം മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 4-5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 4-5 തക്കോലം, 1 ടേബിൾ സ്പൂൺ ഷാജീരകം, അത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ജാതിക്കാപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു പിഞ്ചെടുത്താൽ മതിയാവും, ഒരുപാട് ഇട്ട് അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് കൂടി നിൽക്കും. അതുപോലെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ഒരു 4-5 എണ്ണം. ഇത്ര ഐറ്റംസ് നന്നായിട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല റെഡിയായി. ജാതിക്ക എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു പിഞ്ച് പൊടി ഇട്ട്. നിങ്ങളുടെ കയ്യിൽ പീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതിയാവും. ഇതിൻ്റെ എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ബിരിയാണിക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് ചേർക്കുന്നത്. അതുപോലെ ഷാജീരകം സ്പെഷ്യൽ ബിരിയാണികൾക്ക് നമ്മൾ യൂസ് ചെയ്യണ ജീരകമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി അരി, ഞാൻ എടുത്തിരിക്കുന്ന ബാസ്മതി അരിയാണ് കേട്ടോ. ഹൈദരാബാദി ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ ബാസ്മതി അരിയാണ് യൂസ് ചെയ്യുക. 3 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം തെളിയണ വരെ നമ്മൾ കഴുകണം. ആ സ്റ്റാർച്ച് മുഴുവനായിട്ട് പോയി കഴിഞ്ഞാലേ വെന്ത് കഴിയുമ്പോൾ ചോറ് പരസ്പരം ഒട്ടാതെ നല്ലോണം വിട്ട് കിടക്കുള്ളൂ. ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു പ്രത്യേകതയാണത്. നല്ലോണം കഴുകി കഴിയുമ്പോൾ ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ വെള്ളത്തിൽ നല്ലോണം ഇത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 30-40 മിനിറ്റ് ഇതിങ്ങനെ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കണം നമുക്ക്. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ബിരിയാണിയുടെ പോലെ നമ്മൾ സവാള വഴറ്റിയുള്ള ഒരു ഗ്രേവി അല്ല ഉണ്ടാക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ് ഈ വറുത്ത സവാള നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിന്നായിട്ട് അരിഞ്ഞ 3 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കളറ് മാറി തുടങ്ങും. പക്ഷെ കളറ് മാറി ഒരുപാട് ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ്, നല്ലോണം ഓറഞ്ച് ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ സവാള റെഡിയായി. അപ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെക്കാം. അത് പുറത്തിരുന്ന് കുറച്ചും കൂടി നല്ലോണം ക്രിസ്പി ആയി കിട്ടും നമുക്ക്. കണ്ടല്ലോ, കളറ് നല്ലോണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് നേരോട്ട് നമ്മൾ കരിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആയിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് പുറത്തിരുന്ന് നല്ലോണം ക്രിസ്പി ആയി നല്ലോണം നമുക്ക് പൊടിച്ചിടാനായിട്ട് പറ്റും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അപ്പം അതിനായിട്ട് 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് വലിയ പീസുകളായതുകൊണ്ട്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല പിടിക്കും. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് താഴെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത സ്പെഷ്യൽ ആ ഗരം മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ വറുത്ത് വെച്ചിട്ടുള്ള സവാള അത് നല്ലോണം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാരിനേഷനിൽ നമ്മൾ സവാള ഒരുപാട് യൂസ് ചെയ്യണോണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു കരിഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ബിരിയാണിക്ക്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. ലാസ്റ്റ് ആയിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. 1 മണിക്കൂർ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ സവാള വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കണ്ടല്ലോ, നമ്മൾ തൈരൊക്കെ ചേർത്തതുകൊണ്ട് കുറച്ച് വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ചിക്കൻ വേവുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്ക് അടുത്തൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 2.5 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോൾ സ്പൈസസ്, അതായത് 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 3 ഗ്രാമ്പൂ, 2 തക്കോലം, അതുപോലെ 1 ടീസ്പൂൺ നമ്മുടെ ആ ഷാഹി ജീരകം ഉണ്ടല്ലോ അത്,
അതില്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ചേർത്താലും മതി. കൂടെ ഒരു 4 ഏലക്ക, അതുപോലെ ഒരു 3 ബിരിയാണി ഇല. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണ വിധത്തിൽ വേണം നമ്മൾ എപ്പോഴും ബിരിയാണിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ചോറ് വേവുമ്പോൾ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ലോണം തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ചേക്കാം. അവിടെ കിടന്ന് നല്ലോണം തിളച്ച് അരി വെന്തോട്ടെ. അരി മുഴുവനായിട്ട് നമ്മൾ വേവിക്കണില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ നോക്കുമ്പോൾ കണ്ട ആവശ്യത്തിന് വെള്ളം അതിൽ വന്നിട്ടുണ്ട്. അതും അതുപോലെ തന്നെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 30 മിനിറ്റ് എടുക്കും ചിക്കൻ വേവാനായിട്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ചോറ് വേവാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം എത്ര വേവായെന്ന്. ഒരു 70% വേവേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പരസ്പരം ചോറ് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് നമ്മൾ പയ്യെ ഒന്ന് കയ്യിൽ അമർത്തി നോക്കുക എത്ര വേവായിട്ടുണ്ടെന്ന്. 70% വേവായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചോറ് കുഴിയുള്ള സ്ട്രെയിനർ പോലത്തെ ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നമുക്ക് വാർത്തെടുക്കാം. ഇപ്പൊ കണ്ടല്ലോ, ചോറ് ആവശ്യത്തിന് വേവായി കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ കുഴിയുള്ള ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു വെച്ചേക്കാണ്. ഈ ഒരു പാകത്തിൽ വേണം നമ്മുടെ അരി വെന്തിരിക്കാനായിട്ട്. ചിക്കനും ഒരു 30 മിനിറ്റിൽ നന്നായിട്ട് വെന്ത് പാകത്തിന് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ചിക്കനും ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ അരി വേവിച്ചെടുത്ത അതേ കടായിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് അടിയിലും അതുപോലെ സൈഡിലും നന്നായിട്ട് ആ നെയ്യ് ഒന്ന് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. രണ്ടും ഒരുവിധം വേവിച്ചതായതുകൊണ്ട് അധിക നേരം ഒന്നും ദം ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈദരാബാദി ബിരിയാണി തന്നെ 2 തരത്തിലുണ്ട്, പക്കി ബിരിയാണിയും കച്ചി ബിരിയാണിയും. നമ്മൾ റെഡിയാക്കിയേക്കുന്നത് പക്കി ബിരിയാണിയാണ്. കച്ചി ബിരിയാണിയിൽ നമ്മൾ ചിക്കൻ ഇതുപോലെ നേരത്തെ വേവിക്കില്ല. നമ്മൾ അരിയും അതുപോലെ ചിക്കനും കൂടി ഒരുമിച്ച് സീൽ ചെയ്ത് ദം ചെയ്യുമ്പോഴാണ് രണ്ടും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറായിട്ട് നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനിൽ നേരത്തെ സവാള ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ എടുത്തു വെച്ചേക്കാം ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അടുത്തത് നമ്മൾ കുങ്കുമപ്പൂവ് ചൂടുള്ള പാലിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയും മല്ലിയിലയും അതുപോലെ ഗരം മസാല, നമ്മൾ പൊടിച്ചെടുത്ത സ്പെഷ്യൽ ഗരം മസാല ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ചൊന്ന് മുകളിലൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ ഇതുപോലെ തന്നെ നമുക്ക് ചോറ് വെച്ച് കൊടുക്കാം. ചിക്കൻ അധികം ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ലെയറിൽ തന്നെ ഞാൻ ചിക്കൻ മുഴുവൻ വെച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ 2 ലെയറായിട്ട് വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീണ്ടും ചിക്കൻ്റെ ലെയർ വെക്കാം. എന്നിട്ട് ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യത്തെ ലെയറിൽ തന്നെ ചിക്കൻ മുഴുവൻ വെച്ചു. ഇനി ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മുകളിൽ ബാക്കി ഐറ്റംസ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ദം ചെയ്യാനായിട്ട് നമുക്ക് അടപ്പിനിടയിൽ വേണമെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ട് സീൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുകയാണ്, ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ. അതിന് മുകളിലേക്ക് നമ്മൾ അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു തവ, പഴയ തവ, ദോശത്തവ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ചൂടാക്കി വെക്കുക. നേരത്തെ ഒരു 10 മിനിറ്റ് ചൂടാക്കി വെച്ചേക്കുന്ന തവയുടെ മുകളിലേക്ക് ഞാൻ ഈ കടായി ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് ഇതുപോലെ ദമ്മായി അവിടെ ഇരിക്കട്ടെ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ദം ചെയ്യാനായിട്ട്. കണ്ടല്ലോ, 20 മിനിറ്റ് നമ്മൾ ദം ചെയ്തു. തുറന്ന് നോക്കാം നമുക്ക്. ആഹാ, നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ദം ചെയ്ത് വെച്ച ബിരിയാണി തുറക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണല്ലോ ഇതിൽ ചേർത്തേക്കണേ. പ്രത്യേകമായിട്ട് നമ്മൾ ആ കാർഡമം പൗഡറും അതുപോലെ ജാതിക്കയുടെ പൊടിയൊക്കെ ചേർത്തേക്കണോണ്ട് നല്ലൊരു വാസന വരും നമുക്ക് ഇത് ദം തുറക്കണ സമയത്ത്. അപ്പോൾ കണ്ടല്ലോ, ചോറൊന്നും പരസ്പരം ഒട്ടാതെ നന്നായിട്ട് നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തവണയെങ്കിലും നമ്മൾ ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിൽ നിന്ന് പോവില്ല. നിങ്ങളിത് ഒരു തവണ വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നീട് നമുക്ക് ബിരിയാണിയെക്കുറിച്ച് ആലോചന വരുമ്പോഴൊക്കെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നും, അത്ര ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻസ് അതിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.